ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലീനിങ് ടൂൾസിനെ പറ്റിയാണ്. അപ്പം നോക്കാം എത്ര ടൈപ്പ് ക്ലീനിങ് ടൂൾസ് ഉണ്ട്, ഏതൊക്കെയാണ് അവ, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. The general cleaning tools are: first one, wire brushes; second one, emery sheets. Wire brushes. Wire brushes are generally used for cleaning the work surfaces. It is made of steel wires, nylon bristles fitted on a wooden piece. The steel wires are hardened and tempered for long life to ensure good cleaning action. Different type of wire brushes is shown in figure. എന്താണ് നമ്മൾ വയർ ബ്രഷ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർക്ക് സർഫസുകൾ നമ്മളൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഇപ്പോൾ ഫിറ്റിംഗ് ആണെങ്കിൽ നമ്മൾ ഫയൽ ചെയ്യുമ്പോഴും കട്ട് ചെയ്യുമ്പോഴൊക്കെ മെറ്റലിൻ്റെ പൗഡർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നമ്മൾ എൻജിൻ്റെ ഹെഡ്, അതേപോലെ സിലിണ്ടർ ഹെഡ്, ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വയർ ബ്രഷ് യൂസ് ചെയ്യുന്നത്. വയർ ബ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റീൽ വയേഴ്സ് കൊണ്ട് നിർമ്മിച്ചതുണ്ടാവാം, നൈലോൺ ബ്രിസ്റ്റൽസ് കൊണ്ട്, സാധാരണ നമ്മളെ പ്ലാസ്റ്റിക് പോലത്തെ സാധനം കൊണ്ട് നിർമ്മിച്ചതുണ്ടാവാം. അപ്പോൾ സ്റ്റീൽ വയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ലൈഫ് കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് ഹാർഡനിങ് പ്രോസസ്സും ടെമ്പറിങ് പ്രോസസ്സൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ നോക്കിയാൽ കാണാം പല ടൈപ്പ് വയർ ബ്രഷുകൾ. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അത് ഒന്നാമത്തെ ഏതാണ്? ഹോളോ കാർബൺ ബ്രഷ്. രണ്ടാമത്തേത് വയർ ബ്രഷ്. മൂന്നാമത്തേത് വയർ വീല്. അതുപോലെ തന്നെ ട്വിസ്റ്റഡ് സ്ട്രാൻഡ് ബ്രഷ്, ബ്രിസ്റ്റിൽ ഹെഡ്, ഹാൻഡ് വയർ സ്ക്രാച്ച് ബ്രഷ്, കാർബൺ ബ്രഷ്, ബ്രിസ്റ്റിൽ ബ്രഷ് ആൻഡ് ഹോൾഡർ. അങ്ങനെ പല വിധത്തിലുള്ള വയർ ബ്രഷുകൾ നമുക്ക് ഈ ഫിഗറിൽ കാണാം. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Wire brushes can be used for cleaning uneven surfaces. A hand wire brush can be used on exterior of the block and on the head. A round wire brush fixed with a handrail motor spindle can be used for cleaning of combustion chamber and parts of head. A wire wheel can be used to clean the valve. Nylon bristles with impregnated abrasive brush can be used for engine boring. A washing brush can be used to clean the cylinders by using soap and water. Oil passages of cylinder block can be cleaned by running a long bottle type brush through all holes in the cylinder block. It is used to clean work surface before and after welding. എന്തൊക്കെയാണ് പറയുന്നത്? വയർ ബ്രഷസ് നമുക്ക് വർക്ക് സർഫസുകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സിലിണ്ടർ ബ്ലോക്കും ഹെഡും നമ്മൾ വയർ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വയർ ബ്രഷ് ഈ ഡ്രില്ലിലൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് വയർ ബ്രഷ് വരുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സിലിണ്ടർ ബോറ്, സിലിണ്ടറിൻ്റെ അകത്തൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വയർ വീല് നമുക്ക് വാൽവ് യൂസ് ചെയ്യാൻ വാൽവ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നൈലോൺ ഇംപ്രഗ്നേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻജിൻ ബോറിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സിലിണ്ടർ വാഷിങ്ങിന് നമുക്ക് ഈ വയർ ബ്രഷ് യൂസ് ചെയ്യാൻ പറ്റും. ഓയിൽ പാസേജ്, ഓയിൽ ഹോൾസിലൊക്കെ നമുക്ക് ലോങ് ബോട്ടിൽ ടൈപ്പ് വയർ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വെൽഡിങ്ങും ചിപ്പിങ്ങും ചെയ്ത ശേഷം നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വയർ ബ്രഷ് യൂസ് ചെയ്യാൻ പറ്റും. സേഫ്റ്റി പ്രിക്കോഷൻസ് ഇനി നോക്കാനുള്ളത് ഈ വയർ ബ്രഷ് യൂസ് ചെയ്യുമ്പോഴുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ്. സ്റ്റീൽ വയർ ബ്രഷസ് ഷുഡ് ബി യൂസ്ഡ് കെയർഫുള്ളി ഓൺ സോഫ്റ്റ് മെറ്റീരിയൽസ്. It should not make any scratches on the finished surface. അതായത് സ്റ്റീൽ വയർ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസിൻ്റെ പുറത്ത് സ്ക്രാച്ച് കാര്യങ്ങൾ, അതേപോലെ ആ വർക്കിൻ്റെ ഫിനിഷിങ് പോവാതെ ഒക്കെ വേണം യൂസ് ചെയ്യാൻ. ഇതാണ് മെയിനായിട്ട് വയർ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സേഫ്റ്റി പ്രിക്കോഷൻ. ഓക്കെ, അടുത്ത എന്താണ്? എമരി ഷീറ്റ്. എന്താണ് എമരി ഷീറ്റ്? ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് പേപ്പർ യൂസ്ഡ് ഫോർ സാൻഡിങ് ഡൗൺ ഹാർഡ് ആൻഡ് റഫ് സർഫേസ് ആൻഡ് ആൾസോ യൂസ്ഡ് ഫോർ റെസിസ്റ്റൻറ്റ് ടെക്നോളജി പർപ്പസ് ടു ഗീവ് എ സ്മൂത്ത് ഷൈനി ഫിനിഷ് ടു മാനുഫാക്ചർഡ് products.
Emery paper is defined as a paper coated with abrasive particles in one side and used to produce smooth, shiny finish to manufacture products. എന്തിനാണ് എമരി പേപ്പർ യൂസ് ചെയ്യുന്നത്? നമുക്കൊരു വർക്കിൻ്റെ പുറത്ത് ഫിനിഷിങ് ആൻഡ് സ്മൂത്ത് സർഫസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ എമരി പേപ്പർ വെച്ച് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ ആ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ക്ലീൻ ആവുകയും ആ ഏരിയ ഫുള്ള് സ്മൂത്ത് ആൻഡ് ക്ലീൻ ആവുകയും ചെയ്യുന്നു. അതിനാണ് എമരി പേപ്പർ യൂസ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ സിലിണ്ടർ ഹെഡ് അയച്ചതിന് ശേഷം തിരിച്ച് റീഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എമരി പേപ്പറൊക്കെ വെച്ച് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഗ്യാസ്കറ്റൊക്കെ വെച്ചിട്ട് സിലിണ്ടർ ഹെഡ് തിരിച്ചു കൊടുക്കുന്നത്. അവിടെയൊക്കെ ഈ എമരി പേപ്പർ നമുക്ക് ആവശ്യമാണ്. Description. Each and every abrasive particles act as a cutting edge. The emery is considered for a suitable abrasive for workshop practices and the final adjustment of steel parts for a perfect fit. The emery paper is also used for cleaning to remove rust from polished metal components. The emery is graded by numbers and common sizes are from coarse to fine 40, 46, 54, 60, 70, 80, 90, 100, 120 F and FF. അതായത് ഈ എമരി പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സൈസിലും പല ഈ എമരി പേപ്പറിലെ ഹാർഡ്നെസ്സിനനുസരിച്ച് നമ്മൾ ഓരോ നമ്പറാണ് കൊടുക്കുന്നത്. അതിൽ കോസ് ടു ഫൈൻ, അതായത് ഹാർഡ് സോഫ്റ്റ് മുതൽ ഹാർഡ് വരെ അങ്ങനെയൊക്കെയാണ് എമരി പേപ്പറിൻ്റെ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റീലിൻ്റെ വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവസാനം നമുക്ക് ചിലപ്പോൾ ചെറിയ അളവിലൊക്കെ മെറ്റൽ റിമൂവ് ചെയ്യേണ്ടി വരും, അതിൽ സ്മൂത്ത് ആവേണ്ടി വരും കറക്റ്റ് ഫിറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള എമരി പേപ്പർ ഉപയോഗിച്ച് നമ്മൾ റബ്ബ് ചെയ്തിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്ലീനിങ് ടൂളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മൾ മെറ്റൽ റിമൂവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ എമരി എന്ന് പറഞ്ഞ സാധനം കുറച്ച് റഫായിട്ടുള്ളൊരു അബ്രസീവ് പൗഡറാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെച്ച് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റലൊക്കെ റിമൂവ് ആവും.